സുഹൃത്തുക്കളെ, സർക്കാരിന് ബാധ്യതയാകുന്ന ചില മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആൾ തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ സർക്കാരിന് ബാധ്യതയായി വന്നിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന വിവാദങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ നടത്തുന്ന പരാമർശങ്ങൾ മാത്രമല്ല. അതിനു മുൻപ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം, ഭരണഘടന അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്ത് ഭരണഘടനയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വായിൽ തോന്നി എന്തും വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രി ആയിരുന്നു സജി ചെറിയാൻ. സത്യപ്രതിജ്ഞ ലംഘനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ പരാതികളൊക്കെ ഉയർന്നു വന്നതോടെ അടിയന്തരമായി രാജിവെച്ചൊഴിയുകയായിരുന്നു അന്ന് സജി ചെറിയാൻ ചെയ്തത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഗവർണർ പുറത്താക്കുന്ന നടപടിയോ അല്ലെങ്കിൽ ആരെങ്കിലും കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാകെ വള്ളിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ബുദ്ധിപൂർവ്വം പെട്ടെന്ന് രാജിവെച്ച് മാറുകയാണ് ചെയ്തത്. പിന്നെ പോലീസിനെ കൊണ്ടൊരു അന്വേഷണമൊക്കെ നടത്തിച്ച് ഇതിലിങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ നടത്തിക്കൊണ്ട് സജി ചെറിയാനെ സർക്കാരിൻ്റെ ഭാഗമല്ലേ അങ്ങനെ രക്ഷിച്ചെടുത്തു. അങ്ങനെ വീണ്ടും മന്ത്രിസഭയിൽ അംഗമാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെയും അദ്ദേഹം പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അത് സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാകെ വെട്ടിലാണ്. ഇതെന്ത് ചെയ്യണം, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നട്ടം തിരിഞ്ഞ് വള്ളി പിടിച്ച് നടക്കുന്ന ഒരു സമയമാണ്. എന്ത് ചെയ്താലും അവസാന കുറ്റമായി സർക്കാരിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു. കാരണം തുടരെ വെളിപ്പെടുത്തലുകൾ വരികയാണ്. പക്ഷേ ഇതിലൊന്നും ഒരു കേസെടുക്കുകയോ തുടരന്വേഷണത്തിലേക്ക് പോകാനോ ഒന്നും സർക്കാരിന് കഴിയാത്തത് സ്ത്രീപക്ഷ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വനിതാ മതിലുണ്ടാക്കിയ ഒരു സർക്കാരിന് ഫലത്തിൽ കടുത്ത വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ഘട്ടത്തിൽ ഇതിനെ ഒന്ന് ലൈറ്റാക്കി ന്യായീകരിച്ച് കൊണ്ടുപോയതാണ്. പരാതികളുണ്ടെങ്കിൽ അത് ഗൗരവമായി എടുക്കും, അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ഈ സിനിമാ രംഗത്തുള്ള പല സംവിധായകർക്കെതിരെ അടക്കം നടത്തിയ വെളിപ്പെടുത്തലും പരാതികളിലുമൊക്കെ അന്വേഷണം നടത്തിയതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ആ വിഷയത്തിൽ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ വള്ളി തന്നെയാണ്. കാരണം അത്രയധികം വലിയ വിവാദ റിപ്പോർട്ടുണ്ട് എന്ന് പറയുന്നു. സർക്കാർ വിവരാവകാശ കമ്മീഷൻ തന്നെ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട എല്ലാ പേജും പുറത്തുവിട്ടില്ല. ചിലരുടെ വിവാദ പാരഗ്രാഫുകൾ വെട്ടിമാറ്റി. സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യമാണ് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ പിന്നാലെ തൊട്ടിപ്പുറത്ത് മറ്റൊരു വെല്ലുവിളി ഉയർന്നു വരുന്നത് ഈ പിന്നെയും ഉണ്ടാകുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ്. അതിൽ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ തന്നെ ഉണ്ടായ വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് ബംഗാളി മറ്റു സംസ്ഥാനത്തു നിന്നുള്ള നടിയാണ്. അവരങ്ങനെ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം അവിടെ ഉള്ളത്, ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അതൊരു മറ്റ് സംസ്ഥാനത്തെ നടിയാണ്. അപ്പോൾ കേരളത്തിന് പുറത്തേക്കും ഈ ചർച്ച പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് എന്നുള്ള വലിയ പ്രശ്നവും അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലയിൽ ഈ ഒരു വിഷയം ചലച്ചിത്ര അക്കാദമി പോലെ ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്താണ് രഞ്ജിത്തുള്ളത്. ബാക്കി എല്ലാവർക്കും എതിരെ വേണമെങ്കിൽ ക്രിമിനൽ നടപടിയൊക്കെ എടുത്ത് അങ്ങ് മുന്നോട്ട് പോയത്. പക്ഷേ രഞ്ജിത്ത് ഇരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായാണ്. CPMൻ്റെ നിയമനമാണ് രഞ്ജിത്തിൻ്റെ നിയമനം. താൻ പഴയ SFI ആണ് എന്നൊക്കെ അദ്ദേഹം അതിനുവേണ്ടി കുറേ കാലമായി CPM ന്യായീകരണമൊക്കെ നടത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഫലത്തിൽ കിട്ടിയൊരു എന്താ പറയുക, ഒരു സമ്മാനമാണ് ഈ ഒരു പദവി എന്നിരിക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വിവാദം വരുന്നത്. രഞ്ജിത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരുന്നു കൊണ്ട് നടത്തുന്ന പല പരാമർശങ്ങളും വിവാദവും സർക്കാരിനെ തന്നെ വെട്ടിലാക്കുകയും ഇടതുപക്ഷത്തുള്ളവർ തന്നെ രഞ്ജിത്തിനെ എതിരെ വിമർശിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രഞ്ജിത്ത് ഒരു ബാധ്യതയായി നിൽക്കുന്നതിനിടെയാണ്, സജി ചെറിയാനൊരു ബാധ്യതയായി നിൽക്കുന്നതിനിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സർക്കാരിനൊരു കടുത്ത ബാധ്യത, തലയിൽ ചുമക്കാനാകാത്ത ഭാരമായി നിൽക്കുമ്പോഴാണ് ഈ സജി ചെറിയാൻ വീണ്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പരിധിവരെ സജി ചെറിയാൻ അറിഞ്ഞുകൊണ്ട് ഇത് പണി ചെയ്യുന്നതാണെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം സജി ചെറിയാൻ അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള CPM ജില്ലാ സെക്രട്ടറിയൊക്കെ ആയി നിന്നുകൊണ്ട് അത്രയും പരിചിതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും
വരും വരാഴികകൾ നോക്കാതെ തൻ്റെ തലയിൽ എന്തു വരുന്നോ അതങ്ങ് വിളിച്ചു പറയുന്ന ആളാണ് അദ്ദേഹം. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ പണി കിട്ടും. അത് തനിക്ക് മാത്രമല്ല, തൻ്റെ സർക്കാരിനാകെ പണി കിട്ടുന്ന, സർക്കാരിനെ ആകെ വെട്ടിലാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്ത് കാണാനുള്ളത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ളവർ പോലും സജി ചെറിയാനെ വിമർശിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത് പ്രഗത്ഭനാണ് എന്നൊക്കെ ഈ സമയത്ത് അയാൾക്കെതിരെ ഒരു ഗുരുതര ആരോപണം ഉണ്ടാകുന്ന സമയത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓർമ്മ വരുന്നത് മന്ത്രി വി എൻ വാസവൻ ഒരിക്കൽ നടത്തിയൊരു പരാമർശം കൂടിയാണ് ഈ ഘട്ടത്തിൽ. സമാനമാണ്. അത് പാലാ ബിഷപ്പിൻ്റെ ഈ നാർക്കോട്ടിക് ജിഹാദ് വിവാദം, ലവ് ജിഹാദ്, അത്തരം വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ, അവിടേക്ക് വലിയ പ്രതിഷേധം നടക്കുമ്പോൾ മന്ത്രി വി എൻ വാസവനാണ് അവിടേക്ക് പാലാ അരമനയിലേക്ക് എത്തുന്നത്. അദ്ദേഹം അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് പാലാ ബിഷപ്പ് ഒരു പണ്ഡിതനാണ് എന്നാണ്. തീർച്ചയായും അതിൻ്റെ പ്രശ്നം പാലാ ബിഷപ്പ് പണ്ഡിതനാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ തർക്കം. ഒരു അനവസരത്തിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടായി നിൽക്കുമ്പോൾ ഇത്തരം പരാമർശം നടത്തുന്നത്, ഇപ്പോൾ പാലാ ബിഷപ്പിന് അദ്ദേഹത്തിൻ്റെതായ മേഖലയിൽ പാണ്ഡിത്യം ഉണ്ടായിരിക്കും, അത് ശരിയായിരിക്കും. പക്ഷേ അനവസരമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ രഞ്ജിത്ത് പ്രഗത്ഭനായ ഒരു സംവിധായകനായിരിക്കാം. രഞ്ജിത്ത് പല സിനിമകളും, നല്ല സിനിമകൾ, മലയാളികളെ രസിപ്പിക്കുന്ന സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലല്ലോ ഇവിടെ നടക്കുന്നത്. ഇതൊരു ക്രൈമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരാൾ കുറ്റവാളിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് അയാൾ പ്രഗത്ഭനാണ് എന്ന് പറയുന്നത്, അത് പൊതുജനം എത്രത്തോളം സ്വീകരിക്കുമെന്നെങ്കിലുമുള്ള ബോധം, അത് ഇത്രയധികം കാലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ബോധമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ കൈവിട്ടു പോയിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുന്നുണ്ട്, ഏത് കുറ്റവാളിയാണെങ്കിലും നടപടി ഉണ്ടാകും, ഏത് ആരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുത്തുന്നുണ്ട്. പക്ഷെ അത് അത്രയധികം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിൽ നിന്ന് മുങ്ങാൻ ഫലത്തിൽ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൃത്യമായി പറയാൻ സാധിക്കുന്നത്, ഇതിൽ തന്നെ നോക്കൂ, കെ എൻ ബാലഗോപാലിനെ പോലുള്ളവർ നേരത്തെ പറഞ്ഞ എന്താണ്, നിലവിലുള്ള നിയമപ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പരിധിവരെ നിയമപരമായി മുന്നോട്ട് പോകുന്ന എം ബി രാജേഷും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ പോകാമെന്നുള്ള സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നത്, സജി ചെറിയാനെ പോലുള്ളവർ ഫലത്തിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ വല്ലാതെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ WCC ഉണ്ടാക്കിയ സമയത്ത് അമ്മയിൽ ഒരു തരത്തിലുള്ള ഭിന്നത ഉണ്ടാക്കാൻ തങ്ങൾ ശ്രമിക്കില്ല എന്നൊക്കെ അന്ന് സിനിമാ മന്ത്രി പറഞ്ഞതൊക്കെ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട്. ഫലത്തിൽ ഒരു പക്ഷത്ത് ആരോപണ വിധേയരായ കുറേ ആളുകൾ ഉണ്ട്, അവർക്കെതിരെ പക്ഷെ നടപടി എടുക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ആരോപണവും പരാതികളും പറയാനല്ലേ സ്ത്രീകൾക്ക് കഴിയുള്ളൂ. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരുടെ പരാതി മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുമെന്നെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊരു വലിയ കോൺഫിഡൻസ് ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞ 4.5 വർഷമായി ഒന്നും ചെയ്യാതെ ഇപ്പോഴും അതിനുശേഷവും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിന്മേൽ എന്താ പറയുക, ഒന്നും ചെയ്യാതെ അതിനെ ന്യായീകരിക്കുന്ന സജി ചെറിയാനെ പോലുള്ളവർ ബാധ്യതയാണ്. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറയുന്നു, സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പറയുന്നു. സജി ചെറിയാൻ രാജിവെക്കാത്തതായിരിക്കും പ്രതിപക്ഷത്തിന് ഇഷ്ടം. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദം ഉണ്ടാക്കുകയും ഫലത്തിൽ സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്യുന്ന സജി ചെറിയാൻ, അത് പ്രതിപക്ഷത്തിന് വലിയൊരു പൊൻതൂവലാണ് എന്നുകൂടി ഓർക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി ഉടൻ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കൂടി രേഖപ്പെടുത്തുക. നന്ദി.